അടാട്ട് ഉടലക്കാവിൽ കന്നിമാസത്തിലെ മകന്നാളിൽ പട്ടികജാതി വിഭാഗക്കാർ ആചരിച്ചു വന്നിരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പോത്തോൾ. ഇത് പണ്ട് കാർഷിക വിളവുകളുടെ നാശം സംഭവിക്കാതിരിക്കാനും കന്നുകാലികൾക്ക് കേടുപാടുകൾ ഉണ്ടാവാതിരിക്കാനും അതുപോലെ കർഷകരുടെ കുടുംബങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടി നടത്തുന്ന ഒരു വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയായിരുന്നു പോത്തോട്ടം. അതുപോലെ ഇതിനെക്കുറിച്ച് ഒരു ഐതിഹ്യമുള്ളത് പണ്ട് കാലനില്ലാത്ത കാലത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അതായത് ഇവിടെ ഈ നാട്ടിൽ ദുർമരണങ്ങളും ബാലമരണങ്ങളും അടിക്കടി ഉണ്ടാകുമ്പോഴേ ഇത്തരം ചടങ്ങുകൾ നടത്തി കഴിഞ്ഞാൽ, അതായത് ശിവലിംഗമാണ് ഇവിടെ പോത്തോട്ടത്തിൻ്റെ ആ ആൽത്തറയിൽ ഇരിക്കുന്നത് ശിവലിംഗമാണ്. അപ്പോൾ ശിവനെ പ്രദക്ഷിണം ചെയ്യാണ്. കാലൻ വന്ന് ആളുകളെ പിടിക്കാൻ വരുന്ന സമയത്ത് ഓടി വന്ന്, കാലൻ നമ്മുടെ യമവാഹനം പോത്താണല്ലോ, പോത്തുംപുറത്താണല്ലോ വരുന്നത്. യമദേവൻ പിടിക്കാനായിട്ട് ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ ശിവനെ അഭയം പ്രാപിക്കുകയാണ്. അങ്ങനെ ശിവനെ അഭയം പ്രാപിക്കുന്നതിൻ്റെ ഒരു ചടങ്ങും കൂടിയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ബാലമരണങ്ങളോ ദുർമരണങ്ങളോ മറ്റു മരണങ്ങളൊന്നും ഉണ്ടാവാറില്ല എന്നാണ് സങ്കല്പം. കാലങ്ങൾക്ക് മുമ്പ്, അതായത് നിർവചിക്കാനാവാത്ത വർഷങ്ങൾക്ക് മുമ്പ് അടാട്ട് ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ അധികാരികളായ, ഇന്ന് രാജ്യഭരണമാണെങ്കിൽ രാജ്യം ഭരിക്കാൻ വിധിക്കപ്പെട്ട കുറൂർ മനക്കല തമ്പൂരാക്കന്മാർ ഇവിടുത്തെ ഈ
മഹോത്സവം നടത്തുന്നതിന് വേണ്ടി ഒരേക്കർ സ്ഥലമാണ് മനക്കലെ ഭൂമി ഈ അടിയാള വിഭാഗത്തിനായിട്ട് അന്ന് ദാനമായി നൽകിയത്. ആ സ്ഥലത്താണ് ഇന്നും കാലങ്ങളായി പോത്തോട്ടം നടന്നു വരുന്നത്. പോയ നാളിലാണ് ഇവിടെ പോത്ത് മൂളിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങോട് കൂടിയാണ് ഈ പരിപാടി പറയെടുപ്പോടുകൂടി ആരംഭിക്കുക. അത് ഇവിടെ വന്നിട്ട് ഈ ശിവഭഗവാന്റെ അവിടെയും ഗണപതിയുടെ അവിടെ തേങ്ങ ഉടച്ച് ശിവഭഗവാന്റെ അവിടെ ഒരു മറ്റേ സാംബവ വിഭാഗത്തിൻ്റെ ചില പൂജകർമാദികളിലൂടെയാണ് ഇതിന് തുടക്കം കുറിക്കുക. അപ്പം അങ്ങനെ പോത്ത് മൂളിക്കുക എന്നാണ് ആ ചടങ്ങ്. ഇഴാറ കൊണ്ട് മൂളിച്ച് മരം കൊട്ടി പാടി വെളിച്ചപ്പാട് പ്രതിപുരുഷനായി വന്ന് അദ്ദേഹത്തിൽ അതിൻ്റെ പ്രതിപുരുഷൻ്റെ ആവാഹനം നടത്തിയിട്ട് അവർ നേരെ പോവുക കുന്നത്തുള്ളിയിലാണ്. കുന്നത്തുള്ളി തറവാട് അന്ന് ഇതിൻ്റെ ആചാര അനുഷ്ഠാന കർമ്മങ്ങളുടെ ഭാഗമായിട്ട് ആദ്യം കുന്നത്തുള്ളി തറവാട്ടിൽ പറയെടുപ്പിന് ശേഷം പിന്നെ കുറൂർ മനക്കലാണ് പോവുക, പിന്നെ പുളിഞ്ചേരി തറവാട്ടിലാണ് പോവുക. അങ്ങനെ ചില തറവാടുകളിൽ ആദ്യം പോയതിന് ശേഷം ഈ അടാട്ട് വില്ലേജിലുള്ള പ്രദേശങ്ങൾ മുഴുവൻ വീടുകളിലും ഹിന്ദുക്കളുടെ വീടുകളിലൊക്കെ പറയെടുപ്പ് നടത്തും. കോട്ടപ്പള്ളി കാളി സന്നിധിയിൽ നിന്ന് പോത്തിനെ കൊണ്ടുവന്ന് ഉടലക്കാവ് സെൻട്രലിൽ കേന്ദ്രീകരിച്ച് അവിടുന്ന് മുരളി അടാട്ടിൻ്റെ മേളത്തോടു കൂടി പറയിൽ കയറി അതിന് ശേഷമാണ് പോത്തിനെ ഓടിക്കുക. മുട്ടുതറയിൽ നാളികേരം ഉടച്ച ശേഷം പോത്തിനെ പൂജിച്ച് വിളിച്ച് അട്ടാണ് പോത്തിനെ ഓടിപ്പിക്കുക.
അതിനോടനുബന്ധിച്ചുള്ള പരിപാടികൾ കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നെല്ലാ പരിപാടി നല്ല പരിപാടികളോട് ഇന്ന് ഇവിടെ സമാപിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഈ വർഷത്തെ പോത്തോട്ടത്തിനോടനുബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾ പട്ടികജാതി വിഭാഗത്തിലെ പറയനും പുലയനും, അതായത് വെള്ളവനും പറയനും ആചരിച്ചു വരുന്ന ഒരു ചടങ്ങ്. ഇത് വലിയ ചടങ്ങായിട്ടൊന്നല്ലെങ്കിലും ഒരു വലിയ ചടങ്ങായിട്ടാണ് ഇപ്പോൾ എല്ലാം കാണുന്നത്. അങ്ങനെ ആചരിച്ചു വരികയാണ്. ഇതിപ്പോൾ ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിന്നു പോകാതിരിക്കാൻ വേണ്ടി അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. Viva